ഗോപേഷാണ് അയിരൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഗോപേഷ്, താങ്കൾ എന്ത് ചെയ്യുന്നു? സാറേ, ഞാൻ ഈ ഓൾ കേരള ടാക്സി അസോസിയേഷന്റെ ഈ കരുണ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ഏതാണ് കരുണ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ടാക്സി. ശരി, ഓക്കെ. എന്തായാലും താങ്കൾ ടാക്സിയൊക്കെ ഓടിക്കുന്നതിനിടയ്ക്ക് ഒരുപാട് ഇത്തരം കാര്യങ്ങളൊക്കെ കാണുകയും വാർത്തകൾ കാണുകയും ഒക്കെ ചെയ്യുന്ന ആളുകളായിരിക്കുമല്ലോ നിങ്ങളുടെ ഇടവേളകളിലൊക്കെ. അപ്പോൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ ഇത്തരം മരണച്ചടങ്ങുകളിലൊക്കെ, അത് പ്രത്യേകിച്ച് ആരെങ്കിലും ഒരു സെലിബ്രിറ്റി മരിച്ചാൽ അവരുടെ ഭാര്യയ്ക്കോ മക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ ആ മൃതശരീരത്തിനടുത്തൊന്നും നിന്ന് കരയാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അതിലേക്ക് നുഴഞ്ഞു കയറേണ്ട കാര്യമുണ്ടോ? സാറേ നമസ്കാരം. ഞാൻ ഇന്നലത്തെ ആ ഒരു സംഭവം ഞാൻ കണ്ടപ്പോൾ സത്യത്തിൽ സാറേ വളരെ ഒരു വിഷമം തോന്നിയൊരു ഘട്ടമാണ്. കാരണം നമ്മുടെ ഈ മലയാള സിനിമാ രംഗത്ത് ഏറ്റവും പ്രമുഖനായ ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ വിയോഗം തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. പക്ഷെ അദ്ദേഹത്തെ മരണാനന്തര ചടങ്ങ് പോലും അദ്ദേഹത്തിന് അവരുടെ കുടുംബാംഗങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് മാറിയിരിക്കുകയാണ്. സാർ, അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഒക്കെ മുഖ്യധാരാ പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകരൊക്കെ ഒരുപാട് ന്യൂസുകൾ അദ്ദേഹത്തെ കുറിച്ച് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയിൽ ഈ ഒരു മൊബൈൽ തൂക്കി പിടിച്ചുകൊണ്ട് കുറെ, ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ വായിൽ നല്ല വാക്കുകൾ വരുന്നില്ല, പക്ഷെ ഒരുപാട് ജനങ്ങൾ ഇത് കേട്ടോണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ അതേ രീതിയിൽ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. സാർ, ഇങ്ങനെയുള്ള രീതി ഇതിന് തൊട്ട് മുമ്പുള്ള ഒരു സുഹൃത്ത് സംസാരിച്ചു ഇവർക്കൊക്കെ ലൈസൻസ് വേണമെന്നുള്ളത് സത്യമാണ് സാർ അദ്ദേഹം പറഞ്ഞത്. ഇതിനൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടാകണം കേരളത്തിൽ. കാരണം ഇതുവരെ ഇപ്പോഴത്തെ ഒരു മൊബൈൽ എടുത്ത് വെച്ചിട്ട് കൊച്ചു കുട്ടികളല്ല ഈ മൊബൈൽ എടുത്തുകൊണ്ട് ഇവരുടെ റീൽസ് ഉണ്ടാക്കും. ഇപ്പൊ എറണാകുളം ബേഡ് സൈഡിൽ ഓരോരുത്തരുടെ പേരെടുത്ത് ഞാൻ പരാമർശിക്കുന്നില്ല, റീൽസ് ഉണ്ടാക്കി നമ്മുടെ ഓരോ വീടുകളിൽ ഇപ്പൊ എല്ലാവരും മൊബൈൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊച്ചു കുട്ടികൾ ഇതിനെ കണ്ടിട്ട് അവർക്ക് എന്ത് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലുള്ള ഒരു മെസ്സേജാണ് സാർ ഇവന്മാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വൃത്തികെട്ട രീതിയിലുള്ള റീൽസുകളാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കഴിഞ്ഞിടയിൽ തന്നെ ഒരു സംഭവം ഉണ്ടായി, റീൽസ് കാണിച്ച് മൊബൈലും എടുത്തുകൊണ്ട് ഒരു വെള്ളച്ചാട്ടം കാണിച്ചു. സാർ, എത്ര കുട്ടികളുടെ ജീവനാണ് സാർ അവിടെ പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരേറ്റവും ഹൈലൈറ്റ്സ് കാണിച്ചുകൊണ്ട് അതിന്റെ ഏറ്റവും നിർണായകമായ കുറെ സ്ഥാനങ്ങൾ മാത്രം കാണിച്ചുകൊണ്ട് ഇവരെ ആൾക്കാരെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യാണ്. ഇവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി, ഇവർക്ക് കാശ് കിട്ടാൻ വേണ്ടി മറ്റുള്ളവരുടെ ജീവൻ ബലിയാടാക്കുവാണ് സാർ ഇവരെയൊക്കെ സത്യം പറഞ്ഞാൽ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്നു. എന്റെ മുമ്പിൽ വന്നത് സത്യം പറയാം സാർ, ഇവന്മാരുടെ മോന്തയം തല്ലി പൊട്ടിക്കും. എന്റെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ, ഞാൻ ഒരു ടാക്സി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞങ്ങളുടെ ഇടയിൽ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് അതിന്റെ കൃത്യമായ രീതിയിലുള്ള മറുപടി കൊടുക്കാറുമുണ്ട്. ചിലപ്പോൾ കയ്യേറ്റം ചെയ്യണമെങ്കിൽ കയ്യേറ്റം ചെയ്യാറുണ്ട്. നല്ല നല്ല റീൽസുകൾ ചെയ്യുന്നവരുണ്ട് സാറേ, ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. ഇന്നലത്തെ ആ ചന്തുവിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ മകന്റെ ആ അച്ഛന്റെ വിയോഗം അദ്ദേഹം ഏറ്റവും സഹികെട്ടപ്പോഴാണ് അദ്ദേഹം പ്രതികരിച്ചത്. അപ്പൊ അതിന്റെ സോഷ്യൽ മീഡിയക്കാരുടെ കമന്റിന്റെ അടിയിൽ എന്ത് അദ്ദേഹം കഞ്ചാവ് അടിച്ചിരിക്കുകയാണ്, അത് ബ്രൗൺ ഷുഗർ മറ്റേതാണ്. സാറേ, അത് ചന്തുവിനെ കുറിച്ച് ആരെങ്കിലും അങ്ങനെ പറയൂ? അദ്ദേഹത്തിന്റെ പരിസരത്തുള്ള ആൾക്കാർ അങ്ങനെ പറയും. ഒരച്ഛന്റെ വിയോഗമാണ്, വിയോഗത്തിൽ നിൽക്കുന്നവനെ അവൻ അതിന് പ്രതികരിച്ചതിന് ആ ചന്തുവിനെ ഇത്ര നിഷ്ക്രിയമായ രീതിയിലുള്ള കമന്റുകൾ ഇവർ ഈ കമന്റോളികൾ ഇട്ടെന്നുള്ളതാണ്. സാർ, അവർക്ക് കാശുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. അവർ സ്വന്തം കാശുണ്ടാക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ ജീവിതം തകർക്കുകയാണ് സാർ ഇവര്. ഇതിനാണ് പറയുന്നത്, മുമ്പ് അദ്ദേഹം പറഞ്ഞ പോലെ ഇതിനൊരു ഒരു ഇടപെടൽ തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഇവര് തന്നെ ഒരിക്കലും ഇവിടുത്തെ സെലിബ്രിറ്റികളായുള്ള സ്ത്രീകള് അവരുടെ പുറകെ പോയി അവരുടെ ചില സ്വകാര്യ ഭാഗങ്ങൾ മാത്രം അതെടുത്ത് സോഷ്യൽ മീഡിയയിലോട്ടുണ്ട് ഇവര് എന്തൊക്കെ കമന്റാ കൊടുക്കുന്നത്. അതിന് എന്തുമാത്രം അതായത് നെഗറ്റീവ് കമന്റ്സ് കൊണ്ട് മാത്രം ഇവര് കാശുകൾ സമ്പാദിക്കുകയാണ്. അതെങ്കിൽ പിന്നെ ഇവരുടെ വീട്ടിൽ ഇവരുടെ അമ്മയും അച്ഛനും പെങ്ങന്മാരൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ എടുത്തിട്ടിട്ട് ഇവന്മാർക്ക് കാശുണ്ടാക്കിയാൽ പോരെ. എന്തിനാ സെലിബ്രിറ്റികളുടെ പുറകെ പോകുന്നത്? ഇതിനു വേണ്ടി കുറച്ച് പെണ്ണുങ്ങൾ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട് സാർ. ഇതുപോലെ കുറച്ച് മൊബൈലും കൊണ്ട് കുറെ നാറികൾ ഈ കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് സാർ. ഇവർക്കൊക്കെ തക്കതായ ശിക്ഷയാണ് കൊടുക്കേണ്ടത്. സംസ്ഥാനത്തുള്ള സർക്കാരിന് ഇതിന് അധികാരം അല്ല, അവർ ഇതിന്റെ ഇടപെട്ടില്ലെങ്കിൽ സമൂഹത്തിലുള്ള കയ്യൂക്കുള്ള ആണുങ്ങളുണ്ട് സാറേ. ഞങ്ങളെപ്പോലുള്ള ടാക്സി തൊഴിലാളികളും അതുപോലെ ഞങ്ങളെപ്പോലുള്ള കുടുംബാംഗങ്ങളും കുടുംബനാഥന്മാരും ഇവന്മാർക്ക് നേരെ കയ്യേറ്റം ഉണ്ടാവുന്നു. പിന്നെ അതിന്റെ നമുക്ക് കയ്യേറ്റം ചെയ്തതല്ല പരിഹരിക്കേണ്ടത്, അത് മറ്റൊരു കാര്യം. താങ്കളുടെ വികാരം പക്ഷേ അങ്ങനെ കയ്യേറ്റം ചെയ്യുന്ന അർത്ഥത്തിലല്ല പറയുന്നതെന്ന് മനസ്സിലായി. അങ്ങനെയൊക്കെ ഇവർ ചെയ്യുന്ന ഒരു മരണ വീട്ടിൽ വന്നാൽ അവിടെ വരുന്ന സെലിബ്രിറ്റി ആണെങ്കിൽ ആ സ്ത്രീകൾ നടന്നു പോകുന്നത് കാണുമ്പോൾ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം മറഞ്ഞില്ലെങ്കിൽ അവിടേക്ക് സൂം ചെയ്തിട്ട് ഇത് കണ്ടോ എന്ന് പറഞ്ഞ് റീൽസ് ഉണ്ടാക്കിയിടുന്ന നിരവധി ആളുകൾ, അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾക്കും തെറി പറയുന്ന ആളുകൾക്കൊക്കെ വലിയ രീതിയിൽ വ്യൂവേഴ്സ് ഉള്ളതാണ്. അവരൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ അവർ പിറ്റേന്ന് പറയുന്ന ആളുകളെ തെറി പറഞ്ഞ് കൊല്ലുന്ന ആളുകൾ കൂടിയാണ് എന്നത് നമുക്കറിയാം. അവരെയൊക്കെ നിയന്ത്രിക്കേണ്ടത് തന്നെ ആവശ്യമാണ്. ശ്രീ നസീറാണ് തൊടുപുഴയിൽ നിന്ന്. ശ്രീ നസീർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു മരണ വീട്ടിൽ സാമാന്യ മര്യാദയുള്ള ഏത് മനുഷ്യനും പാലിക്കുന്ന ചില മര്യാദകളുണ്ട്. അത് നമ്മളുമായി ഒരു ബന്ധമില്ലാത്ത ഒരു മരണ വീട്ടിൽ പോയാലോ, അല്ലെങ്കിൽ ഇയാൾ മരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് മരിച്ചതെങ്കിൽ പോലും അവിടെ ചെല്ലുമ്പോൾ മനുഷ്യൻ എന്ന രീതിയിൽ പാലിക്കുന്ന ചില മര്യാദ, ആ മര്യാദ ഇല്ലാത്ത പ്രവർത്തനത്തെ എന്താണ് പറയുക? കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.